അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിനാൻ സൗണ്ട്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കാരണം മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ഈജിപ്ത് വരെയുള്ള സ്വപ്നയാത്രയുടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 13 രാജ്യങ്ങളെ പറ്റിയും ആ രാജ്യങ്ങളിലെ കാലാവസ്ഥ, ഭക്ഷണം, താമസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഒറ്റ വീഡിയോയിൽ 13 രാജ്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തികച്ചും നിങ്ങൾക്കും പറയുന്ന എനിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോകളാക്കി ഓരോ രാജ്യത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞ ആ രാജ്യത്തെ സ്ഥലങ്ങളും കാലാവസ്ഥയും ഭക്ഷണവും താമസവും ഒക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും രാജ്യത്തെ പറ്റി പഠിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര, ഈജിപ്ത് വരെയുള്ള യാത്രയിൽ ആദ്യ യാത്രയുടെ ഭാഗമായി വരുന്നത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത്. കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി തിരുവനന്തപുരം ടു കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം മതസ്ഥാപനങ്ങളിലേക്കും പുരാതന കേന്ദ്രങ്ങളിലേക്കും മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനയാത്ര കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. കേരളം കഴിഞ്ഞ് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, അവസാനം ജമ്മു കാശ്മീരിലെത്തി. ജമ്മു കാശ്മീരിൽ നിന്നും തിരിക്കുന്നത് ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഡൽഹി, വീണ്ടും രാജസ്ഥാനിലേക്ക് വന്ന് അവിടെ നിന്നും ഗുജറാത്തിലെ കണ്ടില അല്ലെങ്കിൽ മുന്ദ്ര എന്ന് പറയുന്ന 2 പോർട്ടുകളുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പോവുകയും നമ്മുടെ യാത്രയുടെ അടുത്ത രാജ്യമായ രാജ്യത്തേക്കുള്ള കപ്പൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേറ്റ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത എൻ്റെ രാജ്യം ഏതായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം പറയുന്ന ആളെ എൻ്റെ അടുത്ത വീഡിയോയിൽ, അടുത്ത രാജ്യത്തെ പറ്റി പറയുന്ന വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഇനി ഈ രാജ്യങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ കാലാവസ്ഥ, ഭക്ഷണം, താമസം എന്നുള്ളതാണ്. ഒരു സീറോ ബഡ്ജറ്റ് യാത്രയായതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലും താമസങ്ങളിലും കുറച്ച് കൺട്രോൾ ചെയ്യേണ്ടി വരും. കാരണം താമസം നമ്മൾ മാക്സിമം പോലീസ് സ്റ്റേഷനുകളിലും പെട്രോൾ പമ്പുകളിലും താമസിക്കുക, ടെൻ്റ് അടിച്ച് താമസിക്കുക എന്നാണ് നമ്മുടെ പ്ലാനിലുള്ളത്. തികച്ചും വളരെ സെക്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു താമസം കൂടിയായിരിക്കും പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പെട്രോൾ പമ്പിലും നമ്മുടെ താമസം വരുന്നത്. ഇനി അതുപോലെ തന്നെ കാലാവസ്ഥ, ഏകദേശം കേരളത്തിലും കർണാടകയിലും നല്ല മഴയുള്ള സമയമായിരിക്കും നമ്മുടെ യാത്രാ സമയം. മാത്രമല്ല കനത്ത മഴയിൽ നിന്നൊരു ആശ്വാസവും ഉണ്ടാവും. ഗോവയിലേക്കും അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കും എത്തുന്ന സമയത്ത് ചൂട് കുറഞ്ഞ് മഴയുടെ ആ ഒരു തുടക്ക സമയമായിരിക്കും. അത് കഴിഞ്ഞ് ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ രാജസ്ഥാനിലെ 56ഓളം ഡിഗ്രി വരെ താപനില ഉയരുന്ന ഹ്യൂമിഡിറ്റി, അതായത് ഈർപ്പം വളരെ കൂടുതലായിരിക്കും. എന്നാലും നമ്മുടെ യാത്ര ചെയ്ത് രാജസ്ഥാനിലേക്കും ഗുജറാത്തിലേക്കും എത്തുന്ന സമയത്ത് 56ഉം 54ഉം താപനില ഉയരുന്ന ആ ഒരു കാലാവസ്ഥയിൽ നിന്നും 34 ഡിഗ്രിയോളം കുറഞ്ഞു വരുന്ന ആ ഒരു കാലാവസ്ഥയിലേക്ക് എത്തുകയും വളരെ മനോഹരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എൻ്റെ യാത്രയിൽ വരുന്ന വലിയ വെല്ലുവിളികളാണ് ഈ കാലാവസ്ഥകൾ. അതുപോലെ നവംബറിലും ഡിസംബറിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം നല്ല തണുപ്പുള്ള സമയമായിരിക്കും. നമ്മൾ യാത്ര ചെയ്ത് കാശ്മീരിലേക്ക് എത്തുമ്പോൾ നല്ല മഞ്ഞ് പെയ്യുന്ന ആ ഒരു സമയത്തിൽ നിന്നും കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ എത്തുക. ആ ഒരു കാലാവസ്ഥ കാശ്മീരിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുകയും ചെയ്യും.
അവിടെ നിന്നും തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഡൽഹി, രാജസ്ഥാന്, ഗുജറാത്തിലെ 2 പോർട്ടുകളിലേക്ക്, അതിലേതെങ്കിലും ഒരു പോർട്ടിലേക്ക് നമ്മൾ പോകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്രയിലെ വെല്ലുവിളികളായിട്ടുള്ള കാലാവസ്ഥ ഓരോ സ്റ്റേറ്റ്സുകളിലും ഇങ്ങനെയാണ് വരുന്നത്. ഡൽഹിയിലൊക്കെ ചൂട് കുറവാണെങ്കിലും ഈർപ്പം വളരെ കൂടുതലായിരിക്കും. ആ കാര്യം എന്നെപ്പോലെ യാത്ര ചെയ്യുന്ന ആളുകൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ഭക്ഷണ രീതി. തികച്ചും എല്ലാ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കേരളത്തിലും കർണാടകയിലും നല്ല പോലെയുള്ള അരി വസ്തുക്കളും വെജ്, നോൺ വെജ്, മത്സ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രത്യേക ഭക്ഷണങ്ങൾ ഈ 2 സ്റ്റേറ്റ്സുകളിലും ലഭിക്കും. എങ്കിലും ഗോവയിലേക്കും മഹാരാഷ്ട്രയിലേക്കും നമ്മുടെ യാത്ര പോകുമ്പോൾ തീരപ്രദേശങ്ങളായതുകൊണ്ട് തന്നെ സീ ഫുഡ്, അതുപോലെ മിസൽ പാവ്, വടാപാവ് എന്നിങ്ങനെയുള്ള അവിടുത്തെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഫുഡുകളാണ് ഉണ്ടാവുക. ഇനി അതുപോലെ ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും പോകുമ്പോൾ കൂടുതലായിട്ടും വെജ് ആയിരിക്കും. കൂടെ ദാബ്ള, കാക്ര, ദാൽബാട്ടി, ചൂർമ എന്നീ പ്രശസ്തമാക്കപ്പെട്ട അവിടുത്തെ കുറച്ച് ഫുഡുകളായിരിക്കും. ഇനി അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന എന്നീ 2 സ്റ്റേറ്റ്സുകളിലേക്ക് എത്തുമ്പോൾ നെയ്യ് ചേർത്ത്, അതായത് പഞ്ചാബിലെ ദേശീയ ഭക്ഷണമാണ് ഈ നെയ്യ് ചേർത്തിട്ടുള്ള റൊട്ടി, ചപ്പാത്തിയൊക്കെ. അപ്പോൾ ഈ ചപ്പാത്തിയോ അല്ലെങ്കിൽ റൊട്ടിയോ, ഇനി അതല്ലെങ്കിൽ പരാത്ത ലസ്സി, ചോലെ ഭദുരെ എന്നീ ഊർജം ലഭിക്കുന്ന കുറച്ച് ഭക്ഷണ വസ്തുക്കൾ പഞ്ചാബിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും പോകുന്ന സമയത്ത് ആട്ടിറച്ചി വിഭവങ്ങൾ വളരെ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ വാസ്യാനി, നുൻചായ, കാശ്മീരി പുലാവ് എന്നിങ്ങനെയുള്ള കാശ്മീരിലെ കുറച്ച് പ്രത്യേകമായിട്ടുള്ള കുറച്ച് വസ്തുക്കൾ നമുക്ക് ലഭിക്കും. മാക്സിമം ഇതുപോലെ യാത്ര ചെയ്യുന്ന ആളുകൾ ഓയിൽ ഫുഡുകൾ ഒഴിവാക്കിയിട്ട് ഊർജം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കാരണം സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഊർജമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു കുടുംബം വലുതായി വരികയാണ്. തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 ആഴ്ചത്തോളമായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കടുത്ത സപ്പോർട്ട് കൊണ്ട് 283 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാതെ തുടങ്ങിയ നമ്മുടെ ഈ ഒരു കുടുംബം വലുതായി വരികയാണ്. ഇൻഷാ അല്ലാഹ് 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് എൻ്റെ യാത്രയുടെ ഡേറ്റ് എന്നാണ് എന്നുള്ള കറക്റ്റ് ഫിക്സഡ് ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. 283 സബ്സ്ക്രൈബേഴ്സിനും വളരെ നന്ദിയുണ്ട്. ഇനി അതല്ലാതെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയാണ് എൻ്റെ ആത്മവിശ്വാസം. ഇൻഷാ അല്ലാഹ് അടുത്ത രാജ്യം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കറക്റ്റ് ഉത്തരം പറയുന്ന ആളെ ഞാൻ അടുത്ത വീഡിയോയിൽ, അടുത്ത രാജ്യത്തിനെ പറ്റി പറയുന്ന വീഡിയോയിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നതായിരിക്കും. ദുആ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.